പെരുന്നാളെന്ന് പറഞ്ഞാൽ പെരിയ നാളാ. പരിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ പെരുന്നാൾ ഇന്നു മുതൽ മിക്ക ദേവാലയങ്ങളിലും വരുന്നതായിട്ട് കാണുന്നുണ്ട്. വിശുദ്ധ ഗീവർഗീസ് സഹദ എന്ന് കേൾക്കുന്ന മാത്രയിൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിത്രമുണ്ട്. റോമൻ പടച്ചട്ട ധരിച്ച അശ്വാരൂഢനായ ഒരു യോദ്ധാവ്, കയ്യിലുള്ള നീണ്ട കൂർത്ത കുന്തം രൗദ്രതയോട് വായ് പിളർന്നിരിക്കുന്ന വ്യാളത്തിന്റെ വായിൽ കുത്തിയിറക്കി അതിനെ വകവരുത്തുന്ന ഒരു ചിത്രമാ ഗീവർഗീസ് സഹദ എന്ന് കേൾക്കുന്ന മാത്രയിൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിത്രം. ഇംഗ്ലണ്ടിന്റെ പ്രധാനമായ നാണയമായ പൗണ്ടിലും ഈ ചിത്രം ഉല്ലേഖനം ചെയ്തിട്ടുണ്ട്. ഗീവർഗീസ് സഹദ വിഖ്യാതനായിട്ടുള്ളത് സർപ്പഘാതകനായിട്ടാണ്. അതുകൊണ്ട് പാമ്പുബാധയിൽ നിന്നുള്ള സംരക്ഷണത്തിന് അനേകർ അദ്ദേഹത്തിന്റെ മധ്യസ്ഥത തേടുന്നുണ്ട്. രണ്ടാമതായിട്ട് പറയുമ്പോൾ വിശുദ്ധ ഗീവർഗീസിനേക്കുള്ള ചരിത്രം വ്യക്തമായും ആധികാരികമായും നമുക്ക് ലഭ്യമല്ല. പാരമ്പര്യങ്ങളിലും ഐതിഹ്യങ്ങളിലും ഉറഞ്ഞു കിടക്കുന്നവയാണ് പലതും. പിൽക്കാലത്ത് ജീവിച്ചിരുന്ന ചില സഭാപിതാക്കന്മാരുടെ കൃതികളിൽ ഗീവർഗീസ് സഹദയെ കുറിച്ചുള്ള പരാമർശങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. പാശ്ചാത്യ പൗരസ്ത്യ സഭാ പാരമ്പര്യങ്ങളിലെല്ലാം ഗീവർഗീസ് സഹദ സ്ഥാനം പിടിക്കുന്നുണ്ട്. മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ ഓർമ്മ പെരുന്നാൾ കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാ കാതോലിക്ക സഭകളും ആചരിച്ചു വരുന്നുണ്ട്. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ അദ്ദേഹത്തെ വലിയ സഹദ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. കുസ്തന്തീനോപ്പോലിസ് ഒരു കാലത്ത് 5 or 6 ദേവാലയങ്ങൾ ഗീവർഗീസ് സഹദയുടെ നാമത്തിൽ ഉണ്ടായിരുന്നതായൊരു തെളിവുണ്ട്. അവയിൽ ഏറ്റവും പഴക്കമുള്ള ദേവാലയം എന്ന് പറയുന്നത് കുസ്തന്തീനോസ് ചക്രവർത്തി തന്നെ നിർമ്മിച്ച ദേവാലയമാണ്. അവയിൽ ഏറ്റവും പഴക്കമുള്ള ദേവാലയം കുസ്തന്തീനോസ് ചക്രവർത്തി നിർമ്മിച്ച ദേവാലയം. മൂന്നാമതായിട്ട് 6ാം നൂറ്റാണ്ടിൽ ജസ്റ്റീനിയൻ ചക്രവർത്തി അർമീനിയയിലെ ബിസാനസ് എന്ന സ്ഥലത്തൊരു ദേവാലയം നിർമ്മിക്കുകയുണ്ടായി. പാശ്ചാത്യ രാജ്യങ്ങളിൽ കുരിശുദ്ധങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ 11ാം നൂറ്റാണ്ടിന് ശേഷം വിശുദ്ധ ഗീവർഗീസ് സഹദായുള്ള ആദരവും അദ്ദേഹത്തിന്റെ മധ്യസ്ഥയുള്ള വിശ്വാസവും വളരെയേറെ വർദ്ധിക്കുവാനിടയായി. പടയാളിയായ ഈ പരിശുദ്ധന്റെ മധ്യസ്ഥത മൂലമാണ് പല യുദ്ധങ്ങളിലും വിജയം വരിക്കുവാൻ കാരണമായത്. അങ്ങനെ ഗീവർഗീസ് സഹദ സൈനികരുടെ പ്രത്യേക മധ്യസ്ഥനായി തീരുകയും ചെയ്തു. റിപ്പബ്ലിക് ഓഫ് ജനീവയുടെയും ഇംഗ്ലണ്ടിന്റെയും സ്പെയിനിന്റെയും കാവൽ പിതാവാണ് പരിശുദ്ധനായ ഗീവർഗീസ് സഹദ. ഫ്രാൻസിലും ഇംഗ്ലണ്ടിലും ചില സൈനിക വ്യൂഹം തന്നെ ഗീവർഗീസ് സഹദയുടെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. നാലാമതായിട്ട് കേരളത്തിൽ പുരാതനമായ പല ദേവാലയങ്ങളും ഗീവർഗീസ് സഹദയുടെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇടപ്പള്ളി, കടമറ്റം, എടത്തുവ, പുതുപ്പള്ളി, ചന്ദനപ്പള്ളി തുടങ്ങിയ ചില ഉദാഹരണങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, മലങ്കര സഭയിൽ എത്രയോ ദേവാലയങ്ങൾ ഗീവർഗീസ് സഹദയുടെ നാമത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അവരുടെ പെരുന്നാളുകളെല്ലാം ആചരിച്ച് ഇന്ന് തുടങ്ങി. പോർട്ടുഗീസുകാരുടെ ആഗമനത്തിന് മുമ്പ് തന്നെ വിശുദ്ധ സഹദ ഇവിടെ സമാദരിക്കപ്പെട്ടിരുന്നു. പിന്നീടുണ്ടായ ലത്തീൻ സ്വാധീനം ഗീവർഗീസ് സഹദയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുവാൻ പ്രേരകമാകുകയും ചെയ്തു. ഇന്ന് ജാതിമത ഭേദമന്യേ സർവരാലും
സകത ആദരിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ മധ്യസ്ഥ തേടുന്നവർ 10,000 കണക്കിനായി ഉയർന്നിരിക്കുന്നു. അഞ്ചാമതായിട്ട് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തെ പറ്റി ചിന്തിക്കുന്ന അവസരത്തിൽ കപ്പദോക്യയിലെ ഒരു പ്രഭു കുടുംബത്തിൽ ക്രിസ്തീയ മാതാപിതാക്കളുടെ മകനായി ക്രിസ്തുവർഷം 283 ഗീവറീസ് പൂജാതനായി എന്നതാണ് വിശ്വസനീയമായ പാരമ്പര്യം. അതല്ല, പലസ്തീനിൽ ലഡ അഥവാ ഡിയോസ്പോലിസ് എന്ന സ്ഥലത്താണ് ജനിച്ചതെന്നും വ്യത്യസ്ത ഭാഷ്യമുണ്ട്. പിതാവ് ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ സൈന്യത്തിൽ ഒരു അംഗമായിരുന്നു. പിതാവിൻ്റെ മരണശേഷം മാതാവിനോടൊന്നിച്ച് പാലസ്തീനിലേക്ക് അദ്ദേഹം സ്ഥലം മാറി. കാരണം മാതാവ് വിശുദ്ധ നാട്ടിൽ നിന്നുള്ളവളായിരുന്നു. മാതാവിൻ്റെ സ്വത്തിന് ഗീവറീസ് അവകാശിയായി തീരുകയും ചെയ്തു. ആറാമതായിട്ട് ആരോഗ്യ ദൃഢഗാത്രനായ ഈ യുവാവ് വളരെ ചെറുപ്പത്തിൽ തന്നെ സൈനിക സേവനത്തിനായി സ്വയം അർപ്പിച്ചതായിട്ട് കാണുന്നുണ്ട്. ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ പ്രീതി നേടിയ ഈ യുവ സൈനിക മേധാവി ഉന്നതമായ പല ഉത്തരവാദിത്തങ്ങളും വഹിച്ചു. ഈ സന്ദർശനങ്ങളിൽ ദൗത്യ നിർവഹണത്തിനും ക്രിസ്തീയ സാക്ഷ്യം വഹിക്കുന്നതിന് അദ്ദേഹം ക്രമപ്പെടുത്തി. ഊർമിയായിൽ, ഇന്നത്തെ ഇറാനിൽ എത്തിയപ്പോൾ അവിടുത്തെ സഭയെ സംഘടിപ്പിക്കാൻ അദ്ദേഹം യജ്ഞിച്ചായിട്ട് പറയുന്നുണ്ട്. ഇംഗ്ലണ്ടും അദ്ദേഹം സന്ദർശിക്കുകയുണ്ടായി. ഇവിടെ വെച്ചാണ് ഡയക്ലീഷ്യൻ ചക്രവർത്തി പ്രസിദ്ധീകരിച്ച ക്രിസ്തീയ വിരുദ്ധ വിളംബരത്തെ കുറിച്ച് അദ്ദേഹം അറിഞ്ഞത്. കൂടാതെ തൻ്റെ ക്രിസ്തീയ വിശ്വാസത്തെ കുറിച്ച് താൻ ചക്രവർത്തിയെ അറിയിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, രാജകീയ വിളംബരത്തിന്റെ കോപ്പി വലിച്ചു കീറി പ്രതിഷേധം താൻ പ്രകടമാക്കുകയും ചെയ്തു. തൻ്റെ സൈനിക സ്ഥാനമാനങ്ങളെല്ലാം ഗീവറീസ് ചക്രവർത്തിയുടെ നയത്തിനെതിരായി സമർപ്പിച്ചു. സ്ഥാനമാനങ്ങളെല്ലാം അദ്ദേഹം വലിച്ചെറിഞ്ഞു. ഏഴാമതായിട്ട് സഭാ ചരിത്രകാരനായ യൗസേബിയസിന്റെ ചരിത്രകൃതിയിൽ ഒരു സൈന്യോദ്യോഗസ്ഥൻ ചക്രവർത്തിയുടെ പീഡനത്തിനെതിരായി സംസാരിക്കുകയും രക്തസാക്ഷി മരണം വരിക്കുകയും ചെയ്തെന്ന് പരാമർശിക്കുന്നുണ്ട്. സ്വന്തം സ്ഥാനമാനങ്ങളെക്കാൾ വലുതായി ക്രിസ്തീയ വിശ്വാസത്തെ പരിഗണിച്ച പരിശുദ്ധനാണ് ഗീവർഗീസ്. ക്രിസ്തീയ സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി പദവികളും ലൗകിക നേട്ടങ്ങളും അദ്ദേഹം പരിത്യജിച്ചു. കഷ്ടതയുടെയും സഹനത്തിൻ്റെയും പാത അദ്ദേഹം തിരഞ്ഞെടുത്തു. അതുപോലെ പരിമല തിരുമേനിയും കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും നടുവിൽ ദൈവത്തെ കണ്ടു. ക്രൂരനായ ചക്രവർത്തി ഗീവറീസിനെ ബന്ധനസ്ഥനാക്കി അതിക്രൂരമായ പീഡനമുറകൾ അദ്ദേഹത്തിനെതിരായി അഴിച്ചുവിട്ടു. ആ സമയത്തെല്ലാം ഗീവറീസ് അചഞ്ചലനായി പാറ പോലെ ഉറച്ചു നിന്നു പറയുന്നുണ്ട്. എട്ടാമതായിട്ട് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷി മരണത്തെക്കുറിച്ച് വ്യത്യസ്ത പാരമ്പര്യങ്ങൾ സഭയിലുണ്ട്. ഒരു ചക്രത്തിന്മേൽ മൂർച്ചയേറിയ അനേക കത്തികൾ ഘടിപ്പിച്ച് ഗീവറീസിനെ അതിൽ ബന്ധനസ്ഥനാക്കി ചക്രം ശക്തിയായി കറക്കി എന്ന് പറയുന്നുണ്ട്. എൻ്റെ ദൈവം വലിയവനെന്ന് സാക്ഷിച്ചുകൊണ്ട് നിരപായം അദ്ദേഹം ചക്രത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. പിന്നീട് അദ്ദേഹത്തെ അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞു. അവിടെ നിന്നും പൊള്ളൽ പോലും ഏൽക്കാതെ പ്രസന്നവദനായി പുറത്തു വന്നു. ഒടുവിൽ അദ്ദേഹത്തെ വാൾ കൊണ്ട് വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത്. ആ അന്ത്യനിമിഷത്തിൽ പോലും ഗീവറീസ് മുട്ടുകുത്തി ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. എൻ്റെ മധ്യസ്ഥതയിൽ ശരണപ്പെടുന്നവർക്ക് രക്ഷകനായ യേശുവേ, അങ്ങ് എക്കാലവും അവർക്ക് ആശ്വാസദായകനായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ശത്രുക്കളും തോന്നുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
ഇപ്പോൾ ഇറാനും ഗൾഫ് ഏരിയയിലൊക്കെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഗൾഫ് ഏരിയയിലൊക്കെ കഷ്ടമനുഭവിക്കുന്നു, പ്രയാസമനുഭവിക്കുന്നു. നമുക്ക് ഒരു പ്രയാസവുമില്ല. ചിലപ്പോൾ ഇച്ചിരി വെള്ളം കിട്ടിയില്ലെന്നിരിക്കും, ചൂട് കൂടുതലായിരിക്കാം. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഭക്ഷണമില്ലാതെ, ഗ്യാസില്ലാതെ, ശമ്പളമില്ലാതെ ഗൾഫ് ഏരിയയിൽ കഷ്ടപ്പെടുന്നു എന്ന് നാം ചിന്തിക്കണം. അവർക്ക് വേണ്ടി കണ്ണുനീരോടെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എത്രയും വേഗം യുദ്ധം അവസാനിപ്പിച്ച് ലോകത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുവാൻ ദൈവമേ നീ ഇടയാക്കണമേ എന്ന് പ്രത്യേകം നാം കണ്ണുനീരോടെ ഓരോ ദിവസവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അല്ലാതെ ഓരോ മാസവും എൻ്റെ കുഞ്ഞിൻ്റെ ശമ്പളം വന്നോ എന്ന് ചിന്തിച്ചാൽ മാത്രം പോരാ. ഒരു പട്ടാള ഉദ്യോഗസ്ഥനായതുകൊണ്ട് ക്രിസ്തീയ ജീവിതവും ക്രിസ്തീയ സാക്ഷ്യവും അസാധ്യമെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി കുറിക്കുന്നതായിരുന്നു ഗീവറി സഹദായുടെ ചരിത്രം. ഓരോ വിശ്വാസിയും അവൻ്റെ ഹൃദയത്തിലൊരു രക്തസാക്ഷിയാകണം. വിശ്വാസത്തിന് വേണ്ടി സകലതും പരിധിക്കുവാനുള്ള സന്നദ്ധതയാണ് ഒരാൾക്ക് വേണ്ടിയിരിക്കുന്നത്. ക്രിസ്തുവിനും അവിടുത്തെ സുവിശേഷത്തിനും വേണ്ടി പീഡകളും കഷ്ടങ്ങളും സഹിക്കുന്നത് ഭാഗ്യമാണെന്ന് ഓർക്കണം. വൈദിക ശ്രേണിയിൽ എങ്ങും എത്തിച്ചേരാതെ ഒരൽമായക്കാരൻ എന്ന നിലയിൽ, പ്രത്യേകിച്ചും ഒരു സൈനിക മേധാവി എന്ന നിലയിൽ സ്ഥാനത്ത് ജീവിക്കുകയും പ്രവർത്തിക്കുകയും അവസാന വിശ്വാസത്തിന് വേണ്ടി വീരചരമം വരിക്കുകയും ചെയ്ത ഒരു പരിശുദ്ധനാണ് മാർ ഗീവർഗീസ്. അതുകൊണ്ട് അദ്ദേഹത്തെ സഹദ രക്തസാക്ഷി എന്ന് സഭ വിശേഷിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതവും സാക്ഷ്യവും ആർക്കും ഉത്തേജനമാകട്ടെ. ദൈവം തമ്പുരാൻ തൻ്റെ അദൃശ്യമായ വലത്തുകര നീട്ടി പരിശുദ്ധ പിതാക്കന്മാരുടെ പരിമല മാർ ഗീവർഗീസിൻ്റെ മധ്യസ്ഥതയാൽ നമ്മെ ഏവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.